70 വർഷത്തിലേറെയായി ഇവിടെ മിഴാവുകൾ മുഴങ്ങിയിട്ടില്ല. ചാക്യാർകൂത്തിന്റെ പരിഹാസങ്ങളുമില്ല. തിമിരി ശ്രീ ശിവക്ഷേത്ര മുറ്റത്തുറങ്ങുന്ന കൂത്തമ്പലത്തിന് പറയാനുള്ളത് ഇത്തരത്തിലൊരു കഥയാണ്. 70-ലേറെ വർഷമായി ഇവിടെ മിഴാവ് മുഴങ്ങിയിട്ട് അവസാനമായി കൂത്തു നടന്നത് എന്ന് എന്നതിന് കൃത്യമായ ഒരു കണക്കുമില്ല. തിമിരിയുടെ മണ്ണിലെ ഈ കൂത്തമ്പലം വെറുമൊരു അവതരണ വേദി മാത്രമല്ല, മറിച്ച് ഒരു ഗ്രാമത്തിന്റെ തന്നെ സംസ്കാരം തുടിക്കുന്ന അഭിമാനമാണ്. തപ്പാതെണ്ണുക 30 10 ചേർന്നുള്ള തൂണിന്മേൽ എപ്പേരും ത്രിപുരീശഗേഹമതിലെ കൂത്തമ്പലത്തിൻ സമം 30 ഇതിനു സമമായുള്ളൊരു കൂത്തമ്പലം സപ്പാദീശനും ആവതില്ലതിനുടെ മാഹാത്മ്യമോടിയിടുവാൻ. ഇവിടെ മുമ്പ് താമസിച്ചിരുന്ന ഒരാൾ ഈ കൂത്തമ്പലത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞ വരികളാണ് ഇപ്പോൾ ചൊല്ലിയത്. ഈ കൂത്തമ്പലം എന്ന് നിർമ്മിച്ചു എന്നോ ആര് നിർമ്മിച്ചു എന്നതിന് യാതൊരു രേഖകളുമില്ല. ഈ അടുത്ത കാലത്തായിട്ട് കൊല്ലവർഷം 1078 അതിൻ്റെ അഴിക്കൂടും ചില കേടുവന്ന തൂണുകളും മാറ്റിയതായിട്ട് ഇവിടെ തൂണിനുള്ളിൽ ലിഖിതം ചെയ്തിട്ടുണ്ട്. 40ഓളം തൂണിൻ്റെ മുകളിൽ കുഴിച്ചിടുകയോ ഒന്നും ചെയ്യാതെ കൊണ്ട് കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു പ്രത്യേക ശില്പശാസ്ത്രത്തിൽ നിർമ്മിച്ചതാണ് ആ കൂത്തമ്പലം. അവിടെ ഉത്സവകാലങ്ങളിൽ കൂത്ത് നടത്താറ് പതിവുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ വർഷമായിട്ട് കൂത്ത് നടത്താറില്ല. ക്ഷേത്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ടാണ് അത് നടത്താൻ പറ്റാതെ വരുന്നത്. ചാക്യാർ, നമ്പ്യാർ, നങ്ങിയാർ എന്നിവർ 3 പേരും കൂടി ചേർന്നിട്ടാണ് അന്നത്തെ ഹാസ്യകലാരൂപം എന്ന ഈ ചടങ്ങ് നടത്തിയത്. ഭക്തിനിർഭരമായ മത്തവിലാസം കൂത്തും നടത്താറുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. തിമിരിയിലെ കൂത്തമ്പലത്തിന്റെ തൂണുകളൊന്നും തന്നെ നിലത്തുറപ്പിച്ച് വെച്ചതല്ല. അത് കല്ലിൻ്റെ മുകളിൽ വെറുതെ ഇങ്ങനെ വെച്ചാണ്. പുറമേയുള്ള ചെറിയ ചെറിയ തൂണിൻ്റെ മുകളിൽ ആണ് അതിൻ്റെ ലോക്കിംഗ് സമ്പ്രദായം. ചുറ്റും 4 മൂലക്കുമായിട്ട് വ്യാളിമുഖത്തോടു കൂടിയ ശില്പശാസ്ത്രമുണ്ട്. അതൊക്കെ ഇപ്പം കാലപ്പഴക്കം കൊണ്ട് അതിനൊക്കെ കേടുപാട് പറ്റിയിട്ടുണ്ട്. സാധാരണയായി കൂത്തമ്പലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മരങ്ങളല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കനിമരുദിൻ കാതലിൽ നിർമ്മിച്ച ഈ വാസ്തുശില്പം കേരളത്തിൽ തന്നെ അപൂർവമാണ്. 1943 തകർന്നുപോയ പഴയ കൂത്തമ്പലം ആ കാലത്തെ പ്രഗത്ഭരായ തച്ചന്മാരെ കൊണ്ട് പുനർനിർമ്മിച്ചു. അത് ഇന്നും തലയുയർപ്പോടെ നിൽക്കുന്നു. കൃത്യമായ നിർമ്മാണ കണക്കുകൾ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാത്തത്രയും വൈവിധ്യമാണ് ഇതിലെ തച്ചുശാസ്ത്രം. തിമിരി ശിവക്ഷേത്രത്തിന്റെ ഉപദേവാലയമാണ് കൂത്തമ്പലം ശ്രീ ചെക്കിച്ചേരി ഭഗവതി ദേവസ്ഥാനവും അതുപോലെ കൂത്തമ്പലം ശ്രീ മുത്തപ്പൻ മടപ്പതിയും. അപ്പോൾ കൂത്തമ്പലം ഈ കൂത്തമ്പലം എന്ന സ്ഥലത്തിന് പേര് വരാൻ കാരണം കൂത്തമ്പലം കേരളത്തിൽ തന്നെ അത്യപൂർവമായിട്ട് നിൽക്കുന്ന കൂത്തമ്പലങ്ങൾ 2 സ്ഥലങ്ങളിലെ കേരളത്തിൽ തന്നെ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അതിലൊന്ന് തിമിരി ശിവക്ഷേത്രത്തിലാണ്. 2 ഐതിഹ്യങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഒന്ന് ഇവിടുന്ന് കൂത്തമ്പലത്തിൽ നിന്ന് നിർമ്മിച്ചിട്ട് തിമിരി ശിവക്ഷേത്രത്തിൽ കൊണ്ട് സെറ്റ് ചെയ്തതാണെന്നുള്ള വിശ്വാസവും, അതുപോലെ തന്നെ വിശ്വാസപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ ഇവിടെ കൂത്തമ്പലത്തിൽ നിർമ്മിച്ചത് ഭൂതത്താന്മാർ, അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അല്ലാണ്ട് അതിലൊരു കാര്യമുണ്ടോന്ന് അറിയില്ല. അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് നിർമ്മിച്ചു വെച്ച കൂത്തമ്പലത്തിനെ ഭൂതത്താന്മാർ എടുത്തുകൊണ്ടുപോയി തിമിരി ശിവക്ഷേത്രത്തിൽ വെച്ചതാണെന്നുള്ള വിശ്വാസമുണ്ട്. ഈ 2 വിശ്വാസത്തിന്റെ പേരിലാണ് ഈ നാടിന് കൂത്തമ്പലം എന്നുള്ളൊരു പേര്
ഉണ്ടായത്. അരങ്ങൊഴിഞ്ഞ വാമൊഴിയും അടങ്ങിയ മിഴാവൊലിയും ഇന്നും ഈ കൂത്തമ്പലത്തെ വിട്ടുപോയിട്ടില്ല. ഇവിടുത്തെ ഓരോ മരത്തൂണിലും അവ ഇന്നും ശ്വസിക്കുന്നു. കൂത്ത് നടന്നാലും ഇല്ലെങ്കിലും കനിമരുതിന്റെ കരുത്തുമായി ഈ നിർമ്മിതി ഇവിടെ ഉണ്ടാകും. വരും തലമുറയ്ക്ക് ചരിത്രത്തിന്റെ കാവൽക്കാരനായി. ക്യാമറാമാൻ അശ്വിൻ വിജയനോടൊപ്പം അഭയ വിൽസൺ, AK ന്യൂസ്, ആലക്കോട്.